എന്താണ് ഡീപ്പ് സ്റ്റേറ്റ്? സർക്കാരിനുള്ളിൽ എന്നാൽ സർക്കാരിനേക്കാൾ അധികാരവും ആജ്ഞാശക്തിയുമുള്ള ഒരു സംവിധാനമാണ് ഡീപ്പ് സ്റ്റേറ്റ്. ലളിതമായി പറഞ്ഞാൽ ജനാധിപത്യപരമായ അധികാരത്തിൽ വരുന്ന പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ഡീപ്പ് സ്റ്റേറ്റിലെ ഉദ്യോഗസ്ഥർ സ്ഥിരമായി അവിടെ തന്നെ കാണും. ഇവർ ഗവൺമെന്റിലെ പിന്നിലിരുന്ന് രാജ്യത്തിന്റെ നയങ്ങളെ, പ്രത്യേകിച്ച് വിദേശ നയം, യുദ്ധം, സമ്പദ് വ്യവസ്ഥ എന്നിവയെ നിയന്ത്രിക്കുന്നു എന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത്. പതിറ്റാണ്ടുകളായി രഹസ്യാന്വേഷണ ഏജൻസികളായ CIA, FBI, മൊസാദ് പോലുള്ള ഏജൻസികളിലും പെന്റഗൺ പോലുള്ള പ്രതിരോധ വകുപ്പുകളിലും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും ഉയർന്ന തസ്തികകളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ ഡീപ്പ് സ്റ്റേറ്റിന്റെ ഭാഗമാണ്. ഭരണാധികാരികൾ മാറിയാലും ഇവരുടെ നയങ്ങൾ മാറില്ല. യുദ്ധമുണ്ടായാൽ ലാഭം കൊയ്യുന്ന വലിയ ആയുധ കമ്പനികളും അവരെ പിന്തുണക്കുന്ന സൈനിക ഉദ്യോഗസ്ഥരും ഇതിന്റെ ഭാഗമാണെന്ന് പറയപ്പെടുന്നു. ടക്കർ കാൾസൺ ഇറാൻ വിഷയത്തിൽ ഉന്നയിച്ചതും ഇതാണ്. അമേരിക്കയിലെയും ഇസ്രായേലിലെയും ഡീപ്പ് സ്റ്റേറ്റ് ആണ് ഈ യുദ്ധത്തിന് പിന്നിലെന്ന്. അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റ് പ്രധാനമായും 3 തൂണുകളിലാണ് നിൽക്കുന്നത്.